മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടന്നപ്പോഴും വികാരപരമായി പ്രതികരിക്കുന്നതിന് പകരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ ഹബീബിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ മാതൃക എന്തായിരുന്നുവെന്ന് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടതിന് പകരം വികാരപരമായി പലരും പ്രതികരിച്ചു എന്ന് നമ്മൾ സ്വയം വിചിന്തനം നടത്തേണ്ട സമയമാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനുഷ്യ സംസ്കാരത്തിനെതിരായത് അല്ലെങ്കിൽ മോശമായ സംസ്കാരത്തിന്റെ യാതൊരു ചലനവും അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രപഞ്ചനാഥനായ അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. നമ്മൾ ആമുഖമായി ഓതി കേൾപ്പിച്ചത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് ഏറ്റവും ഉദാത്തമായ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. ആരാ സാക്ഷ്യപ്പെടുത്തിയത്? മനുഷ്യ സംസ്കാരത്തിന് ഏതാണ് നല്ലതും തീയതുമെന്ന് പഠിപ്പിക്കാനായി അല്ലാഹു 1,24,000 പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രപഞ്ചനാഥനാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കാലിന്റെ ചുവപ്പ് മാറുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ വിവാഹം ചെയ്തവർ എന്ന് ആക്ഷേപിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ ആക്ഷേപത്തിന്റെ പിന്നിൽ ആക്ഷേപത്തിന്റെ വാക്കുകളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിനും ലോക മനസ്സാക്ഷിയെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്തത് 6-ാമത്തെ വയസ്സിലാണ്. ചരിത്രം മാറ്റാൻ കഴിയില്ല. ലോകം പറയുന്നതിനനുസരിച്ച് അല്ലാഹുവിന്റെ ജീവിതത്തെ വളച്ചൊടിക്കേണ്ട കാര്യവുമില്ല. ചില ആളുകൾ പറഞ്ഞു 18-ാമത്തെ വയസ്സിലാണ് നിക്കാഹ് ചെയ്തത് എന്നും അഭിപ്രായമുണ്ടല്ലോ എന്ന് പറഞ്ഞു തന്നെയാണ് അഭിപ്രായങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. 6-ാം വയസ്സിൽ തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് നിക്കാഹ് ചെയ്തത്, യാതൊരു സംശയമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് 6 വയസ്സാകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് നിക്കാഹ് ചെയ്തത്. 9-ാമത്തെ വയസ്സിലാണ് വീട്ടിൽ കൂടുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം രൂക്ഷമായി വിമർശിക്കപ്പെടുകയുണ്ടായല്ലോ. നാലതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് പഠിക്കാനായിരുന്നു മുസ്ലിം ഉമ്മത്ത് ആ സമയം വിനിയോഗിക്കേണ്ടതെന്ന് മാത്രമല്ല, തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ആ തെറ്റിദ്ധാരണ തിരുത്താൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരുന്നു. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, കേൾക്കുമ്പോഴേക്ക് വികാരപരമായി പ്രതികരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് വിവേകത്തോടെ പ്രതികരിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇതാക്ഷേപിച്ച ആൾ, വിമർശിച്ച ആൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മതത്തിന്റെ അനുയായിയല്ല, വിശുദ്ധ ദീനിന്റെ അനുയായിയല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കുന്നവനല്ല, പരിശുദ്ധമായ ദീൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല. അയാൾ ആക്ഷേപിച്ചപ്പോൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബജീവിതം വിശകലനം ചെയ്യാൻ സമൂഹത്തിൽ സമയം കണ്ടെത്തേണ്ടിയിരുന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള കുടുംബജീവിതത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നടത്താനായി സമയം നമ്മൾ വിനിയോഗിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു അനുഭവത്ത് നൽകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനമാണ് നടത്തുന്നത്. പൂർണ്ണമായും രഹസ്യ പ്രബോധനം, പരസ്യ പ്രബോധനം നടത്താനുള്ള സാഹചര്യം മക്കയിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത്, യാ
വദ്ദക്കിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരസ്യ പ്രബോധനം നടത്താനായി അല്ലാഹു കൽപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ 44-ാമത്തെ വയസ്സിലാണ് പരസ്യ പ്രബോധനം നടത്തുന്നത്. ആ സമയത്താണ് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഉമ്മുറുമാന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും മകളായി ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജനിച്ചു വീഴുന്നത്. ആദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 44-ാമത്തെ വയസ്സിലാണ് ജനിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജനിക്കുകയാണ്. ഉമ്മുറുമാന്റെ മുലപ്പാൽ കുടിച്ചു വളരുകയാണ്. മുല കുടിക്കുന്ന പ്രായം കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിനകത്ത് ഓടി നടക്കുന്ന പ്രായമാണ്, സമയമാണ്. വീട്ടിന്റെ വെളിയിലേക്കും ഓടി നടക്കും, വീട്ടിന്റെ വെളിയിലേക്കും കടന്നു വന്ന അയൽപക്കത്തുള്ള കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുന്ന പ്രായമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് കണ്ട് പരിചയമുണ്ട്. തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിലെ അല്ലാഹുവിന്റെ ഹബീബിനെ ആയിഷ ബീവിക്ക് പരിചയമുണ്ട്. കാരണം പലപ്പോഴും തന്റെ വീട്ടിലേക്ക് കയറി വരാറുണ്ടായിരുന്നു. പ്രബോധനത്തിന്റെ പല പ്രതിസന്ധി ഘട്ടത്തിലും പിതാവുമായി കൂടി ആലോചിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ പരിചയമുള്ള മുഖമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിപ്രായത്തിലുള്ള കുട്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തേക്ക് ഓടിക്കളയും. എങ്ങനെയാണ് കുഞ്ഞുമോളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തിലേക്ക് ഓടിക്കളഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ വീട്ടിന്റെ അകത്തേക്ക് ഓടുന്നത് കുഞ്ഞുമോളായ ആയിഷ കാണാറുണ്ട്. പെങ്ങളെ നമ്മൾ പഠിക്കണം എന്നത് പാഠം. നമ്മൾ ആയിഷ ബീവിയുടെ കുട്ടിക്കാലത്ത് നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അതാണ്. ഉമ്മ എന്താ ചെയ്യുന്നത് അതാ മക്കൾ ചെയ്യുക. വീട്ടിന്റെ മുമ്പിലേക്ക് കയറിച്ചെന്ന് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കാൻ പുരുഷ സ്ത്രീ ഭേദമന്യേ നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ നിങ്ങളുടെ മക്കളും അതാ നിങ്ങളിൽ നിന്ന് പഠിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോഴേക്ക് വീട്ടിന്റെ അകത്തളത്തിലേക്ക് ഓടിക്കളയുമായിരുന്നവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും വീട്ടിൽ വരും. പല കാര്യങ്ങളും പിതാവുമായി കൂടി ആലോചിക്കുന്നതും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് കയറി വരാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ആയിഷ ബീവിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുറ്റത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കയറി വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അയൽപക്കത്തുള്ള കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് കയറി വന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുതിരയുണ്ട്. ആ കുതിരക്ക് 2 ചിറകുകളുമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട